Hello friends, Home Petals in the പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2600 സ്ക്വയർ ഫീറ്റിൽ തീർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിന്റെ ഹോം ടൂർ വീഡിയോ ആണ്. മലപ്പുറം ജില്ലയിലുള്ള വളാഞ്ചേരിക്കടുത്തായിട്ട് വെണ്ടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അബ്ദുൽ ഗഫൂറിന്റെ വീടാണിത്. വീടിന്റെ ഇന്റീരിയറിൽ ചിലവ് കുറക്കാൻ ചില പൊടിക്കൈകളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക. നല്ലൊരു കോമ്പൗണ്ട് വാളും അതിന് ചേരുന്ന വിധത്തിലുള്ള ഒരു ഗേറ്റ് എല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിശാലമായ വലിയൊരു മുറ്റവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീടിന്റെ എക്സ്റ്റീരിയർ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിറയെ ലൈറ്റുകളും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സെൻട്രലായിട്ട് ഒരു പ്രൊജക്ഷൻ വർക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡൻ ബ്രൗൺ കളറും അതുപോലെ ഒരു ചിക്കു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എക്സ്റ്റീരിയറിന് വേണ്ടി കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയൊരു സിറ്റ് ഔട്ടിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫില്ലറുകളുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വലിയ സിറ്റ് ഔട്ട് തന്നെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു സംഭവം. നല്ല നീളത്തിൽ നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. മുകളിലും നമുക്ക് നല്ലൊരു ബാൽക്കണി കാണാൻ കഴിയും, ഗ്ലാസിൻ്റെ റെയിലിംഗ് എല്ലാം കൊടുത്തിട്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഈ ഒരു വശത്തും ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ആ ഒരറ്റത്തോട്ടായിട്ട് അതൊരു ബെഡ്റൂമിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ബാൽക്കണി ഉള്ളത്. അതിനും ഗ്ലാസിൻ്റെ റെയിലിംഗ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വീടിൻ്റെ എക്സ്റ്റീരിയർ കാണാൻ നല്ല ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ താഴ്ഭാഗത്ത്, ആ ഒരു ഇരിപ്പിടത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ഡിസൈൻ കൊടുത്തിട്ട് നമുക്ക് ഗ്ലാസ് എല്ലാം കൊടുത്തിട്ട് വളരെ മനോഹരമായി സെറ്റ് ചെയ്തത് കാണാൻ കഴിയും. നിറയെ ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് മുറ്റത്തിൻ്റെ അരികിലായിട്ട്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന മെയിൻ ഡോറും വിൻഡോസും എല്ലാം തന്നെ തേക്കിലാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. സിംഗിൾ വിൻഡോസ് മെത്തേഡിലാണ് ഇവിടെ വിൻഡോസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. വലിയൊരു സിറ്റ് ഔട്ടാണിത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലെ ഫില്ലറുകൾ നല്ല വെറൈറ്റി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെയും മുകളിലും ആ ഒരു ക്ലാഡിങ് എല്ലാം കൊടുത്തിട്ടാണ് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിറ്റ് ഔട്ടിൻ്റെ അതേ നീളത്തിൽ ഇരിപ്പിടങ്ങളും കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇരിപ്പിടത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ലോങ് ചെയറുകളും ഈ ഒരു സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുണ്ട്. വുഡിൽ തീർത്തിട്ടുള്ള ലോങ് ചെയറുകൾ. മുകളിൽ ഇതുപോലെ ചെറിയൊരു ഗ്ലാസ് ഡിസൈൻ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നിലത്തെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് മാർബിളാണ്. വൈറ്റിലൊരു ബ്ലാക്ക് ഡോട്ട് വരുന്ന മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു അരികിലായിട്ടൊരു ഗ്ലാസ് ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും അതുപോലെ പബിൾസ് എല്ലാം കൊടുത്ത് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ മൊത്തം നീളം അത്രയും ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് മൊത്തത്തിൽ ചുറ്റുഭാഗത്തും ഈ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് വർക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അത് കാണാൻ. വെൽക്കം ഡോർ തുറന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നത് വിശാലമായിട്ടുള്ള ഒരു ഹാളിലോട്ടാണ്. ഇവിടെയും വൈറ്റ് കളറിലുള്ള മാർബിളാണ് ഫ്ലോറിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗം സീലിങ്ങും നന്നായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വുഡൻ തീമിലാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് വരുന്നതും ഈ ഒരു ഹാളിൽ തന്നെയാണ്. ഈ ഒരു ഭാഗത്തൊരു കൗണ്ടറും അവിടെ നല്ലൊരു ജാളി വർക്കും നമുക്ക് കാണാൻ കഴിയും. ഒരു ക്ലാഡിംഗ് ഡിസൈനും കൂടെ ഈ ഒരു ഹാളിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തും ആ ഒരു ക്ലാഡിംഗ് ഡിസൈനും ജാളി വർക്കും കൊടുത്തിട്ടുണ്ട്. ഹാളിൻ്റെ ഈ വശത്തായിട്ടൊരു ലോങ് ചെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചുമരിൽ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല ഷോ പീസുകളൊക്കെ വെച്ച് മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്.
സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജിപ്സം ബോർഡ് ഉപയോഗിച്ചിട്ടല്ല, പെയിൻറ് കൊണ്ടാണ് ഈ ഒരു ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു വുഡൻ കളറിൽ കാണുന്നത് പ്ലൈവുഡ് വർക്കുമാണ്. നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു ഭാഗം മനോഹരമാക്കിയിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലവൊക്കെ കുറച്ചിട്ട് സീലിംഗ് ഇങ്ങനെ പെയിൻ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ ജിപ്സം വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ചിലവും നമുക്ക് കുറക്കാൻ പറ്റും അങ്ങനെയാവുമ്പോൾ. ഇതാണ് നമ്മുടെ വെൽക്കം ഡോറ്. പിന്നെ ഇതൊരു ബെഡ്റൂമിൻ്റെ ഡോറാണ് ഈ വരുന്നത്. ആ അറ്റത്ത് കാണുന്നത് ഒരു കോമൺ ബാത്റൂമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചുമരിൽ ഇതുപോലെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഷോ പീസുകളെല്ലാം വെക്കാൻ പറ്റുന്ന രീതിയിൽ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഷെൽഫാണ്. പിന്നെ ഡൈനിങ് ടേബിളും ഈ ഒരു ഹാളിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളും ചെയറുകളും ഒരു ബ്ലാക്ക് തീമിൽ വരുന്ന ഗ്ലാസിൻ്റെ ടേബിളും ചെയറുകളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് അടുക്കളയിൽ നിന്ന് ഫുഡ് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് ഡയറക്റ്റ് നമുക്ക് അടുക്കളയിൽ നിന്ന് ആ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്താൽ ഫുഡ് ഈ ഒരു ടേബിളിലേക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കിച്ചൺ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കാണാത്തവരത് കണ്ടു നോക്കുക കേട്ടോ. ഇതിനടുത്തായിട്ട് തന്നെയാണ് TV സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനടുത്തായിട്ട് ഇങ്ങനെ കുറച്ച് ഷോ പീസുകളെല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഹാളിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് നമുക്കൊരു ഡോറ് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഡോറ് വരുന്നത് ഒരു ലിവിങ് റൂമിലോട്ടാണ്. അപ്പോൾ നമുക്ക് ലിവിങ് റൂം ഒന്ന് കണ്ടു നോക്കാം. ഒരു ബ്ലാക്ക് കളറിലുള്ള സെറ്റിയും അതുപോലെ ടീപ്പോയും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലിവിങ് റൂം റെഡിയാക്കിയിട്ടുള്ളത്. ബ്ലാക്ക് കളറിൻ്റെ കൂടെ ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡ് പോലത്തെ ഒരു കളറ് കോമ്പിനേഷനായിട്ട് വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയായിട്ട് ഒതുക്കത്തോടെ ചെയ്തെടുത്തിട്ടുള്ളൊരു ലിവിങ് റൂമാണ്. ഇവിടെ വാളിൽ സിമ്പിളായിട്ടുള്ള പ്ലൈവുഡ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല ഷോ പീസുകളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വിൻഡോക്ക് എല്ലാം ബ്ലൈൻഡ്സാണ് കേർട്ടന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു സോഫയുടെ മെറ്റീരിയൽ വരുന്നത് റെക്സിനാണ്. റെക്സിൻ മെറ്റീരിയലിലാണ് സോഫ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അവിടെ ബുക്കുകളും അതുപോലെ ഷോ പീസുകളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സിമ്പിളായിട്ടുള്ള ലിവിങ് റൂമിലെ വിശേഷങ്ങൾ. ഈ ഒരു ഹാളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവിടുത്തെ സ്റ്റെയർ കേസ് തന്നെയാണ്. വളരെ ഭംഗിയായിട്ടാണ് സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇരുവശത്തും നമുക്കൊരു ക്ലാഡിംഗ് വർക്കുകൾ കാണാൻ കഴിയും, 2 ഫില്ലറുകൾ പോലെ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്ത് നല്ല ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്ത് നല്ല ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ആ ഒരു ഭാഗം മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശം. അതുപോലെ അവിടെ ഒരു ഗ്ലാസ്സിൽ ഒരു പർഗോള ഡിസൈനൊക്കെ കൊടുത്തിട്ടൊരു എച്ചിങ് ഡിസൈൻ വരുന്ന ഗ്ലാസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ട് വലിയൊരു വാഷ് ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ മിററുകളും അതുപോലെ 2 വാഷ് ബേസിൻ വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ സെൻറ്ററിൽ ഷോ പീസുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ 2 മിററുകൾ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ടൈപ്പിലുള്ള 2 വാഷ് ബേസിനാണ് വരുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തും ക്യാബിനറ്റുകൾ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് 2ഉം ചെയ്തിട്ടുള്ളത്. അതിനടുത്തായിട്ട് വരുന്ന ഈ ഒരു ഡോറ് ഒരു ബെഡ്റൂമിലോട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ബെഡ്റൂമുകളെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് എക്സ്ട്രാ വർക്കുകളൊന്നും കൊടുക്കാതെ നല്ല സിമ്പിൾ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വാർഡ്രോബ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തിട്ട് സൗകര്യങ്ങളോട് കൂടിയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്.
ഒരു ഗ്രേ കളർ വരുന്ന രീതിയിലാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ. ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു വാർഡ്രോബിനോട് ചേർന്ന് നല്ലൊരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിറർ യൂണിറ്റൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഇതാ ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. പിന്നെ ഇവിടെ ബെഡ്റൂമുകൾക്കും എല്ലാം ഫ്ലോറിങ്ങിന് ഈ ഒരു മാർബിൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കളർ വരുന്ന ഒരു മാർബിൾ തന്നെയാണ് എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഹാളിൻ്റെ ഈ ഒരു എതിർവശത്തുള്ള ഈ ഒരു ഡോറാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബെഡ്റൂമും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയും അതേ കളർ തീമിലുള്ള ഒരു വാർഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള. പിന്നെ വാർഡ്രോബുകളെല്ലാം തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിങ് ഏരിയയും മിറർ യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ കുറച്ച് ചിലവ് കുറച്ചൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കൊക്കെ നമുക്ക് വാർഡ്രോബുകൾക്ക് വേണ്ടി സ്വീകരിക്കാവുന്നതാണ്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിലെ വിശേഷങ്ങൾ. 2 ബെഡ്റൂമുകളാണ് താഴത്ത് വരുന്നത്. 2 ബെഡ്റൂമുകൾ അപ്സ്റ്റെയറിലുമാണ് വരുന്നത്. മൊത്തം 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടുത്തെ സ്റ്റെയർ കേസ് വളരെ മനോഹരമായിട്ടാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റീൽ ആൻഡ് ഗ്ലാസ് റെയിലിംഗ് ആണ് ഇതിനു വേണ്ടി കൊടുത്തിട്ടുള്ളത്. നല്ല ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പുകളിൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് കളർ വരുന്നത് ഗ്രാനൈറ്റ് ആണ്. വൈറ്റ് കളർ പിന്നെ ആസ് യൂഷ്വൽ ബാക്കി എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ ആ ഒരു മാർബിളാണ്. അപ്പോൾ സെൻട്രലായിട്ടാണ് ഈ ഒരു ഗ്രാനൈറ്റ് പീസുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ അപ്സ്റ്റെയറിൽ നമ്മൾ കയറി വരുന്നത് വലിയൊരു ഹാളിലോട്ടാണ്. നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാള് തന്നെയാണ് അപ്സ്റ്റെയറിലും കൊടുത്തിട്ടുള്ളത്. ആ ഒരു അറ്റത്തായിട്ടൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ടതുപോലെ ആ ഒരു സിംഗിൾ വിൻഡോസും ഡോറും എല്ലാം ഈ ഒരു ഹാളിൽ തന്നെയാണ് വരുന്നത്. ഇവിടെയും ഫ്ലോറിങ്ങിന് ഈ ഒരു ഹാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് മാർബിളാണ്. പിന്നെ ബെഡ്റൂമുകളിലെല്ലാം തന്നെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഓപ്പൺ ടെറസിലോട്ടുള്ള ഡോറാണ് കേട്ടോ. പിന്നെ ഇത് ഒരു ബെഡ്റൂമിലോട്ട് വരുന്ന ഡോറാണ്. 2 ബെഡ്റൂമുകളാണ് മുകളിലുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ വൈറ്റ് ടൈലാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളിൽ ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കട്ടിലൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ഭാഗത്തോട്ടായിട്ടൊരു ഡ്രസ്സിങ് ഏരിയയും ബാത്റൂം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. തികച്ചും വ്യത്യസ്തമായൊരു കളർ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. താഴെ നമ്മൾ കണ്ടത് ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ ഒരു വൈറ്റ് ആൻഡ് വൈൻ റെഡ് കളറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതിനടുത്തായിട്ട് തന്നെയാണ് നെക്സ്റ്റ് ബെഡ്റൂമും വരുന്നത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം. ഇവിടെയും സെയിം ഫ്ലോറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കട്ടിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കട്ടിലിനോട് ചേർന്ന് തന്നെ നല്ലൊരു ഡ്രസ്സിങ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മിററെല്ലാം കൊടുത്തിട്ട് അവിടെയും ആ ഒരു വൈറ്റ് ആൻഡ് വൈൻ റെഡ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഡ്രസ്സിങ് യൂണിറ്റിനോട് തൊട്ടടുത്തായിട്ട് നമുക്കൊരു ഡോറ് കാണാൻ കഴിയും. അത് ഒരു ബാൽക്കണിയിലോട്ടുള്ള ഡോറാണ് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഓപ്പൺ ചെയ്യുന്ന ഒരു ബാൽക്കണി നമ്മൾ നേരത്തെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ കണ്ടില്ല, ആ ഒരു ബാൽക്കണിയിലോട്ടുള്ളതാണ്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് ബാത്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാത്റൂമിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം കളർ തന്നെയാണ്. ഒരു വൈൻ റെഡും വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. റൂമിൽ നിന്നും പുറത്തോട്ടൊരു ബാൽക്കണി വരുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ബാൽക്കണി. ഇവിടെയും ആ ഒരു വൈറ്റ് ടൈലൊക്കെ കൊടുത്ത് ബ്ലാക്ക് ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്ലാസ് റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വ്യൂ വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബാൽക്കണി ഉള്ളത്.
ഇവിടുത്തെ 2 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ മെയിൻ ബാൽക്കണിയാണ്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരുന്ന ഒരു ബാൽക്കണിയാണ്. അപ്പോൾ അവിടോട്ടുള്ള ഡോറാണിത്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നല്ല ഗ്ലാസിൻ്റെ ഒരു പർഗോള ഡിസൈനൊക്കെ വരുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ട്. അതുപോലെ നല്ലൊരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. മാർബിളാണ് അവിടെ ഇരിപ്പിടത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെ റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലുള്ളൊരു ബാൽക്കണിയാണിത്. ഇവിടെ ഒരു സ്റ്റെയർ കേസിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്ലാസ്സൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ചുമരിൽ പെയിൻറ്റിങ്ങുകളെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചമൊക്കെ വരുന്ന രീതിയിലുള്ള നല്ല വിൻഡോസും ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മുകൾ ഭാഗത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനുള്ളത് വീടിൻ്റെ കിച്ചനാണ്. അപ്പോൾ കിച്ചൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ജസ്റ്റ് ആ ഒരു കിച്ചൻ്റെ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണേണ്ടവർക്ക് ആ ഒരു വീഡിയോ എടുത്ത് കണ്ടു നോക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വർക്ക് ഏരിയയും അതുപോലെ നല്ല ഒരു ഫുഡ് കൗണ്ടറെല്ലാം നിർമ്മിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചിലവ് കുറച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു കിച്ചനാണ്. അപ്പോൾ വീഡിയോ കാണേണ്ടവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു ഹോം ടൂർ വീഡിയോയോ കിച്ചൺ ടൂർ വീഡിയോയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു.